Hi children, how are you? Today we are discussing about comparing numbers. We shall start our math class. Continued our lesson. Next part is comparing numbers. Comparing numbers രണ്ട് സെക്ഷനാണ്. Which is the more number, which is the less number. Then compare that which is greater than the other, which is less than, which is the less than the other. അങ്ങനെ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. വിച്ച് നമ്പർ ഈസ് ഈക്വൽ എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനുള്ളതാണ് ഈ പാർട്ടിൽ പറയുന്നത്. അതിൽ ഗ്രേറ്റർ ദാൻ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദി അതർ നമ്പർ, വിച്ച് ഈസ് ലെസ് ദാൻ ദി അതർ നമ്പർ. ഓക്കെ, അതിനൊരു സിമ്പലുണ്ട്, ചിഹ്നങ്ങളുണ്ട്. ഏതാണ് ഗ്രേറ്റർ ദാനുള്ള നമ്പർ ചിഹ്നമെന്നും ഏതാണ് ലെസ് ദാനുള്ള ചിഹ്നമെന്നും മനസ്സിലാക്കണം. ദെൻ ഈക്വൽ ഏതാണ്, തുല്യം ഏതാണെന്ന് കാണിക്കുന്ന ചിഹ്നങ്ങൾ. ഓക്കെ, ആദ്യം നമ്മൾ 2 ഡിജിറ്റ്സ് ഉണ്ട്. 2 ഡിജിറ്റ്സ് നമ്പേഴ്സും 3 ഡിജിറ്റ് നമ്പേഴ്സും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ദാറ്റ് ഈസ് കമ്പയറിങ് നമ്പേഴ്സ്. അക്കങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തുക. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ സിമ്പൽ ഓഫ് ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലെന്ന് കാണിക്കാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറയും. ഗ്രേറ്റർ ദാൻ എന്നുള്ളതിനുള്ള സിമ്പലാണിത്. ശ്രദ്ധിക്കുക, ഏത് നമ്പറാണ് ഗ്രേറ്റർ നമ്പർ, മോർ നമ്പർ ഏതാണ്, കൂടുതലുള്ള നമ്പർ ഏതാണ്, അല്ലെങ്കിൽ വലിയ സംഖ്യ ഏതാണെന്നുള്ള നേരെയായിരിക്കും ഈ ചിഹ്നത്തിൻ്റെ തുറന്നിരിക്കുന്ന ഓപ്പൺ സൈഡ്. ലെസ് നമ്പറിൻ്റെ നേരെയായിരിക്കും അതിൻ്റെ ചേർന്ന് വരുന്ന അഗ്രം. അപ്പം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, ഈ ഓപ്പൺ സൈഡിലുള്ളത് എപ്പോഴും ഗ്രേറ്റ് നമ്പർ അല്ലെങ്കിൽ മോർ നമ്പേഴ്സിൻ്റെ അടുത്തേക്കായിരിക്കും ഉണ്ടായിരിക്കുക. ചേർന്ന് വരുന്ന ഇതാണ് ലെസ് നമ്പറിൻ്റെ നേരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഗ്രേറ്റർ ദാൻ എന്ന് കാണിക്കുന്ന സിമ്പൽ. നെക്സ്റ്റ് ഈസ് ലെസ് ദാൻ. അപ്പോൾ ഗ്രേറ്റർ ദാൻ്റെ ഓപ്പോസിറ്റ് ലെസ് ദാൻ. ലെസ് ദാൻ ശ്രദ്ധിക്കുക, ലെസ് ദാൻ എഴുതുകൊണ്ടതാണ് ഇവിടെ ആയിരിക്കും ലെസ് നമ്പർ ഉണ്ടാവുക. അപ്പോൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഇങ്ങനെ കമ്പയർ ചെയ്യണം. ദെൻ വേറൊരു കമ്പാരിസൺ ഈക്വൽ ടു. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ ചിഹ്നമാണ് ഈക്വൽ. ഇപ്പോൾ 4 ഈസ് ഈക്വൽ ടു 4 എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. 4 ഈസ് ഈക്വൽ ടു 4. രണ്ടും തുല്യമാണെന്ന് കാണിക്കാൻ 4 ഈസ് ഈക്വൽ ടു 4 നമ്പർ. 4 നല്ല ഏത് നമ്പറും തുല്യമാണെന്ന് കാണിക്കാനുള്ള ചിഹ്നമാണിത്. സമം, തുല്യമാണ്. ഈ രണ്ട് വര പിന്നെ അർത്ഥമാക്കുന്നത് ഈക്വൽ ടു എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ചിഹ്നങ്ങൾ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. അപ്പോൾ നമുക്കിവിടെ 2 സെക്ഷൻ നമ്പേഴ്സിൽ നമ്പേഴ്സ് കമ്പയർ ചെയ്യുകയാണ്. 2 ഡിജിറ്റ് നമ്പറുണ്ട്, 3 ഡിജിറ്റ് നമ്പേഴ്സും ഉണ്ട്. അതിൽ ഏതാണ് വലുത്, ഏതാണ് കൂടുതൽ, ഏതാണ് കുറവ് എന്നാണ്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറിൽ പറയുന്നത് 56 ആണ്. 56. അപ്പോൾ അതിനെ നമ്മൾ പ്ലേസ് വാല്യൂ കാണണം അല്ലേ? ഏതായിരിക്കും? ഈ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. 1s ആണ്, ദെൻ 10s ആണ് അല്ലേ? 6 1s ഉണ്ട്, 5 10s ഉണ്ട്. ഇവിടെ ഏതാണ്? 151 ആണ്. അപ്പോൾ 100 1 ആണ്, 5 10s ആണ്, 1 1s ആണല്ലേ? അങ്ങനെ 151. ഇതിൽ ഏതാണ് വലുത്, ഏതാണ് കൂടുതൽ നമ്പർ, ഏതാണ് കുറച്ച് നമ്പർ എന്ന് കാണിക്കാനാണ്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറാണോ 3 ഡിജിറ്റ് നമ്പറാണോ വലുത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി അറിയാം അല്ലേ? 2 ഡിജിറ്റ് നമ്പർ ഈസ് ലെസ് ദാൻ 3 ഡിജിറ്റ് നമ്പർ അല്ലേ? ഇതിനേക്കാൾ ചെറുതാണ് അല്ലേ? കുറഞ്ഞ നമ്പറാണ്.
അല്ലേ? 2 ഡിജിറ്റ് നമ്പർ 3 ഡിജിറ്റ് നമ്പറിനേക്കാൾ കുറവാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 3 ഡിജിറ്റ് നമ്പർ 2 ഡിജിറ്റ് നമ്പറിനേക്കാൾ കൂടുതലാണ്. രണ്ട് സെക്ഷനിലും പറയാം അല്ലേ? അപ്പോൾ അത് നമ്മളെന്ന് എഴുതിയിരിക്കുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സ് ലെസ് ദാൻ 3 ഡിജിറ്റ് നമ്പേഴ്സ്, അതാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ എംബ്ലം വിത്ത് എംബ്ലം മനസ്സിലായോ? 2 ഡിജിറ്റ് നമ്പേഴ്സ് ലെസ് ദാൻ 3 ഡിജിറ്റ് നമ്പേഴ്സ്. പിന്നെ എങ്ങനെ പറയാം? 3 ഡിജിറ്റ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 2 ഡിജിറ്റ് നമ്പർ. മനസ്സിലായോ? 56 150-നേക്കാൾ കുറവാണെന്നാണ് ഈ ചിഹ്നം. ലെസ് ദാൻ എന്നാണ് ഈ ചിഹ്നത്തിൻ്റെ മീനിങ്. പിന്നെന്താണ്? 3 ഡിജിറ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ 2 ഡിജിറ്റ് നമ്പർ. ഇത് 2 ഡിജിറ്റിലെ 2 അക്കമുള്ള സംഖ്യയാണത് 56. 3 അക്കമുള്ള സംഖ്യയാണ് 151 അല്ലേ? 151. അപ്പോൾ ഇത് 2 അക്ക സംഖ്യ, ഇത് 3 അക്ക സംഖ്യ. അപ്പോൾ ഈ 2 അക്ക സംഖ്യ 3 അക്ക സംഖ്യയേക്കാൾ ചെറുതാണ്, കുറവാണ്. ലെസ് ദാൻ എന്നാണ് ഈ ചിഹ്നത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതോ ഈ 3 അക്ക സംഖ്യ 2 അക്ക സംഖ്യയേക്കാൾ കൂടുതലാണ് എന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് റാമിൻ്റെ കയ്യിൽ റാം ഗോട്ട് എ ബാസ്ക്കറ്റ്. രാമിൻ്റെ കയ്യിലൊരു ബാസ്ക്കറ്റ് ഉണ്ട്. അതിൽ 56 ആപ്പിൾസ് ഉണ്ട്, 56 ആപ്പിളുണ്ട്. സീതയുടെ കയ്യിൽ 151 ഉണ്ട്, 151 ആപ്പിളുണ്ട്. ഹൂ ഗോട്ട് മോർ നമ്പർ ഓഫ് ആപ്പിൾസ്? ആർക്കാണ് കൂടുതൽ നമ്പർ കിട്ടുക എന്നാണ്. കൂടുതൽ ആപ്പിൾ ആരുടെ കയ്യിലാണ് എന്നാണ്. രാമിൻ്റെ കയ്യിൽ 56, സീതയുടെ കയ്യിൽ 151. ആരുടെ കയ്യിലാണ് മോർ നമ്പർ? അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? 2 ഡിജിറ്റ് നമ്പർ ഈസ് ലെസ് ദാൻ 3 ഡിജിറ്റ് നമ്പർ. 56 എന്നുള്ളത് 3 ഡിജിറ്റ് നമ്പറിനേക്കാൾ കുറഞ്ഞതാണ് അല്ലേ? പിന്നെ 3 ഡിജിറ്റ് നമ്പർ ഈസ് 3 ഡിജിറ്റ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 2 ഡിജിറ്റ് നമ്പർ. 151 എന്നുള്ളത് 66-നേക്കാൾ കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ നോക്കിയാൽ എന്താണ്? ഏതാണ് കൂടുതൽ? 151 ആണ് കൂടുതൽ അല്ലേ? ഇവിടെ 3 അക്ക സംഖ്യ ഉണ്ടല്ലോ, ഇവിടെ 2 അക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 3 അക്ക സംഖ്യയാണ്. 3 ഡിജിറ്റ് നമ്പർ ആണ് എന്ത് കൂടുതൽ അല്ലേ? അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ ആരുടെ അടുത്താണ്? സീതയുടെ അടുത്താണ് അല്ലേ? അപ്പോൾ ദസ് സീത ഗോട്ട് മോർ നമ്പർ ഓഫ് ആപ്പിൾസ് ദാൻ റാം. സീതയ്ക്കാണ് റാമിനേക്കാൾ കൂടുതൽ ആപ്പിൾസ്. മനസ്സിലായോ? സീത ഗോട്ട് മോർ നമ്പർ ഓഫ് ആപ്പിൾസ് അല്ലേ? ഗീതയ്ക്കാണ് കൂടുതൽ ആപ്പിൾ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി അല്ലേ? ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഇതാണ് വീണ്ടും റാം തന്നെ. റാം ഹാസ് 225 ആപ്പിൾസ്. ദെൻ സീത ഹാസ് 132 ആപ്പിൾസ്. റാമിൻ്റെ കയ്യിൽ 225 ആപ്പിളുണ്ട്, സീതയുടെ കയ്യിൽ 132 ആപ്പിളുണ്ട്. ആരുടെ കയ്യിലാണ് കൂടുതൽ എന്നാണ് നമുക്ക്. കൂടുതലാണോ കുറവാണോ നോക്കാം. അപ്പോൾ രാം ഹാസ് 225, സീത ഹാസ് 132. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഡിജിറ്റലായിട്ട് എഴുതണം അല്ലേ? ഡിജിറ്റലായിട്ട് എഴുതുമ്പോൾ 225 225-ന് 102 ആണ്, 200 ആണ്, 2 10s ആണ്, 5 1s ആണ്. 132-ലോ 100 ആണ്, 3 10s ആണ്, 2 1s ആണ് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 3ഉം എന്താണ്, 2ഉം എന്താണ്, 3 അക്ക സംഖ്യയാണ്. അപ്പോൾ 3 അക്ക സംഖ്യ ആദ്യം 100ൻ്റെ സ്ഥാനത്ത് ഏതാണെന്ന് നോക്കുക. ഇതല്ലേ 100, എച്ച് എന്ന് എഴുതാണ് 100. നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? എച്ച് എന്ന് എഴുതാണ് 100. അപ്പം എന്താണ്? ഇവിടെ രാമിൻ്റെ കയ്യിൽ 200 ഉണ്ട്, സീതയുടെ കയ്യിലോ 100 ഉള്ളൂ അല്ലേ? രാമിൻ്റെ കയ്യിൽ 200, 2 100 സീതയുടെ കയ്യിൽ 100 ഉള്ളൂ. അപ്പോൾ 2 100 1 100 വലുത്? 200 ആണല്ലേ? 200 ആണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്താണ് മനസ്സിലാക്കുക? 225 ഈസ് ഗ്രേറ്റർ ദാൻ 132 അല്ലേ? 132-നേക്കാൾ വലുതാണ്, കൂടുതലാണ് ഏത്? 225 അല്ലേ?
പിന്നെ എങ്ങനെ പറയാം? 225 കുറവാണ് 132 എന്നും പറയാം അല്ലേ? എങ്ങനെ നോക്കിയാൽ എന്താണ്? 132 കുറവ് അല്ലേ? 225 ആണ് ഗ്രേറ്റർ സംഖ്യ അല്ലേ, എമൗണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഗ്രേറ്റർ എമൗണ്ട് ആരുടെ കയ്യിലാണ്? റാമിൻ്റെ കയ്യിലാണ് അല്ലേ? അപ്പം എന്താണ്? രാം ഗോട്ട് മോർ നമ്പർ ഓഫ് ആപ്പിൾസ് അല്ലേ? രാമിൻ്റെ കയ്യിലാണ് കൂടുതൽ നമ്പർ ആപ്പിൾ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ പിന്നെ പ്ലേസ് വാല്യൂ ആണ് നോക്കുന്നത്. പ്ലേസ് വാല്യൂവിൽ 200 രാമിൻ്റെ കയ്യിലും 100 സിദ്ര കയ്യിലുമാണ്. 200 ഉണ്ട്. 225 റാമിൻ്റെ കയ്യിൽ, സീദ്ര കയ്യിൽ 132. ഒരു 100 ഉള്ളൂ സീദ്ര കയ്യിൽ. രാമിൻ്റെ കയ്യിൽ 200 ഉണ്ട്. അപ്പോൾ 200 അല്ലേ കൂടുതൽ അല്ലേ? അപ്പോൾ പിന്നെ രാമു ഗോട്ട് മോർ നമ്പർ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുക? ഒരേ ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 100 പ്ലേസ് നോക്കുക. ഒരേ ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ 100 പ്ലേസ് ആണ് നോക്കേണ്ടത്. 100ാമത്തെ സ്ഥാനമാണ് നോക്കേണ്ടത്. അപ്പോൾ ഏതാണ് കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മൾ രാമിനാണ് കൂടുതൽ കിട്ടിയതെന്ന് നോക്കിയത്. ഓക്കെ, നമുക്ക് അതൊരു എക്സാമ്പിൾ നോക്കാം. കമ്പയർ 216 ആൻഡ് 237 നോക്കാം. വിച്ച് ഈസ് ലെസ് എന്ന് കണ്ടുപിടിക്കും. ഇതാണ് ഏതൊക്കെ? രണ്ടും എന്താണ്? 3 ഡിജിറ്റ് നമ്പർ ആണല്ലേ? രണ്ടും 3 ഡിജിറ്റ് നമ്പറാണ്. ഒന്ന് 216 അല്ലേ, ഒന്ന് 237. ഏതാണ് കുറവ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഏതാണ് കൂടുതലെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ എഴുതണം. എന്ത് കിട്ടണം? പ്ലേസ് വാല്യൂ എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ 216 എഴുതുമ്പോൾ 200 ആണ്, 110 ആണ്, 6 അല്ലേ, വൺസ് ആണ് അല്ലേ? വൺസ് ആണ്. പിന്നെയോ 10. ഇവിടെയോ? ഇവിടെയാണെങ്കിൽ 200 ആണ്, 3 10s ആണ്, പിന്നെ 7 വൺസും ആണ് അല്ലേ? അപ്പോൾ നമ്മൾ കമ്പയർ നോക്കണം. നേരത്തെ നമ്മൾ 100 നോക്കിയില്ലേ? അതേപോലെ ഇവിടെ 100 നോക്കുക. 100 നോക്കുമ്പോൾ എത്രയാണ്? രണ്ടും 200 തന്നെയാണ് അല്ലേ? രണ്ടും 200 ആണ്. 200 ആണ്. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? രണ്ട് സെയിം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെൻസ് നോക്കുക. അടുത്തത് ടെൻസ് നോക്കുമ്പോൾ ഇവിടെ ടെൻസ് എന്താണ്? 1 ആണ്. ഇവിടെ ടെൻസ് 3 ആണ്. ഇവിടെ ഒരു ടെൻസേ ഉള്ളൂ. ഇവിടെ 3 ടെൻസ് ആണല്ലേ? ഇവിടെ ഒരു 10 ഉള്ളൂ. ഇവിടെ 3 10 ഉണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കും നമ്മൾ ഏതാണ് കൂടുതൽ എന്നല്ലേ? 1 ആണോ 3 ആണോ വലുത്? അപ്പം എന്താണ്? 3 ആണ് വലുത് അല്ലേ? അപ്പോൾ 216 ലെസ് നമ്പർ ആണ് അല്ലേ? 237 ആണ് ഗ്രേറ്റർ നമ്പർ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പറയുക? എങ്ങനെയാണ്? ഇവിടെ 1 ലെസ് ആണ്, ഇവിടെ 3 ഗ്രേറ്റർ ആണല്ലേ? അപ്പോൾ ഇതാണ് ഗ്രേറ്റർ സംഖ്യ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പറയുക? 216 ഈസ് ലെസ് ദാൻ 237. 237 കുറഞ്ഞ സംഖ്യയാണ്, ലെസ് ദാൻ ആണ് അല്ലേ? പിന്നെ വേറൊരു രീതിയിൽ പറയാം. എങ്ങനെ പറയാം? 237 ഈസ് ഗ്രേറ്റർ ദാൻ 216. 237 217 കൂടുതലാണ്. മനസ്സിലായി? എങ്ങനെ പറയാം? 216 ഈസ് ലെസ് ദാൻ 237. 216 230 കുറവാണ് എന്ന് പറയാം. പിന്നെയോ 237 216 കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്? 100 നോക്കിയപ്പം 100 വ്യത്യാസത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി. ഇത് നമുക്ക് എന്താണ്? രണ്ടും ഒരേപോലെ ഡിജിറ്റ്സ് വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 100 നോക്കണം, അടുത്ത് 10s നോക്കണം. 100 ഒരേപോലെ വന്നു, പിന്നെ 10s നോക്കിയപ്പോഴാണ് വ്യത്യാസം മനസ്സിലായത് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് പ്ലേസ് വാല്യൂ കാണേണ്ടത്. മനസ്സിലായോ? ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ if the digits in 100 place are the same, compare the digits in 10 place. രണ്ടും നമ്മൾ ആദ്യം നോക്കുമ്പോൾ 100 സെയിം ആണോ നോക്കുക. 100 സെയിം ആണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഗ്രേറ്റർ ലെസ്സും കണ്ടുപിടിക്കാൻ പറ്റും.
പിന്നെ 3 ഡിജിറ്റ് നമ്പറിൽ 100 സെയിം ആണെങ്കിൽ അടുത്തത് ഏതാണ് പ്ലേസ് വാല്യൂ? 100 കഴിഞ്ഞാൽ ടെൻസ് അല്ലേ? അപ്പോൾ പിന്നെ ടെൻസിൻ്റെ നോക്കണം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കമ്പയർ 347 ആൻഡ് 342. 347ഉം 342 ഏതാണ് കൂടുതൽ സംഖ്യ എന്ന് നമുക്ക് കാണണം. നോക്കണം. നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ഇവിടെ 347, 342. അപ്പോൾ നമ്മൾ ഇത് 100, 300 4 tens 7 ones, 300 4 tens 2 ones അല്ലേ? ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ എന്താണ്? 100 സെയിം ആണല്ലേ? രണ്ടും 100 എന്താ വന്നിരിക്കുന്നത്? 3 ആണ് വന്നിരിക്കുന്നത് അല്ലേ? 2 100 3 ആണ്. ടെൻസും എന്താണ്? സെയിം ആണ്. അപ്പോൾ 100ൻ്റെ പ്ലേസും സെയിം ആണ്, ടെൻസിൻ്റെ പ്ലേസും സെയിം ആണെങ്കിൽ അടുത്ത ഏതാ നോക്കുക? വൺസാണ് നോക്കുക. വൺസ് ഇവിടെ 7 ഒറ്റയുണ്ട് അല്ലേ? 7 1 വന്നിട്ടുണ്ട്. ഇവിടെയോ 2 1 വന്നിരിക്കുന്നത്. ഇവിടെ 7 ones ആണ്, ഇവിടെ 2 ones ആണ്. അപ്പോൾ ഏതായിരിക്കും വലുത്? 7 അല്ലേ? 7 കൂടുതലല്ലേ? ഇവിടെ 2 അല്ലേ? 2 അല്ലേ? 2നേക്കാൾ വലുതല്ലേ 7? അപ്പം എന്താണ്? ഈ സംഖ്യയാണ് 347. 347 ഇത് ഗ്രേറ്റർ നമ്പർ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? 347 ഈസ് ഗ്രേറ്റർ ദാൻ 342. 347 342നേക്കാൾ കൂടുതൽ സംഖ്യയാണ് അല്ലേ? പിന്നെ അങ്ങനെ പറയാം 342 ഈസ് ലെസ് ദാൻ 347. 342 342നേക്കാൾ കുറവാണ്, ചെറിയ സംഖ്യയാണ്. കണ്ടോ? ഈ ചിഹ്നങ്ങളാണ് നമ്മൾ മറക്കാതിരിക്കേണ്ടത്. ഫോർ കമ്പയറിംഗ് 3 digit numbers, compare the digits in the leftmost. If they are same, compare the digits to the right and so on. If the digits in 100 and tens place are the same, compare the ones. മനസ്സിലായോ? അത് നമ്മൾ എന്ത് ചെയ്യണം? 3 digit ആണെങ്കിൽ 100 സ്ഥാനം എങ്ങനെയുണ്ടെന്ന് നോക്കണം. അപ്പോൾ 100 സ്ഥാനം സെയിം ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ടെൻസ് നോക്കണം. ടെൻസും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം? വൺസ് നോക്കണം. എന്നിട്ടാണ് നമ്മൾ ഏതാണ് ഗ്രേറ്റർ എമൗണ്ട്, ഏതാണ് ലെസ് എമൗണ്ട് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ. ഇനി ഫോമിങ് ന്യൂ നമ്പേഴ്സ്, പുതിയ ടൈപ്പാണ്. ഫോമിങ് ന്യൂ നമ്പേഴ്സ്. ഇവിടെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, അതെന്ത് ചെയ്യണം? ബിഗ്ഗസ്റ്റും സ്മോളസ്റ്റും കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഫോമിങ് ന്യൂ നമ്പേഴ്സ്, ഇവിടെ ഓരോ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 6 2 5 എന്ന് തന്നിട്ടുണ്ട്. 6 2 5. 625 എന്ന് കൂട്ടി വായിക്കാം അല്ലേ? 225 എന്ന് കൂട്ടി വായിക്കാം. അതിൽ നിന്ന് ഈ 225 നിന്ന് മാറ്റി മാറ്റി എഴുതിയിട്ട് ഒരുപാട് നമ്പേഴ്സ് നമുക്ക് പുതിയത് ഉണ്ടാക്കാനായിട്ട് പറ്റും. വാട്ട് ഡു വി ഗെറ്റ്? നമുക്ക് ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? നമുക്ക് 225 കിട്ടിയിട്ടുണ്ട്, 252, 265, 256, 526, then 562. ഇത്രയും നമ്പേഴ്സ്, ഈ 3 അക്ക സംഖ്യയിൽ നിന്ന് ഇത്രയും നമ്പേഴ്സ് ഉണ്ടാക്കാം. ഈ 625 നിന്ന് ഇത്രയും അക്കങ്ങൾ നമ്പേഴ്സ് നമ്മൾ ഉണ്ടാക്കി. ഇതിൽ ഏതാണ് ബിഗ്ഗസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തുക. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഈ തന്നതിൽ നിന്ന് ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്താമോ നിങ്ങൾക്ക്? ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? ദി ബിഗ്ഗസ്റ്റ് നമ്പർ ഈസ് 652. തന്നതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 652 അല്ലേ? സ്മോളസ്റ്റ് നമ്പർ ഏറ്റവും ചെറുതിലത്തെ ഏറ്റവും ചെറുത് ഏതാണ്? 256 ആണ്, 256 അല്ലേ? അങ്ങനെ നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യണം. ഇവിടെ 3 അക്കം കിട്ടിയത് നമ്മൾ കുറേ നമ്പറുകളിൽ നിന്ന് ഈ 3 അക്കങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് സംഖ്യകൾ നമ്മൾ എഴുതി. അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം അല്ലേ? അപ്പം ഇങ്ങനെ ഓർഡർ. ഇപ്പോൾ ഈ ഓർഡർ എന്താണ്? വലുതിൽ നിന്ന് ചെറുതും ചെറുതിൽ നിന്ന് വലുതിനെയും കണ്ടെത്തുകയാണ് അല്ലേ? വലുതിൽ നിന്ന് ചെറുതും ചെറുതിൽ നിന്ന് വലുതും കണ്ടെത്തുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് കൂടി നോക്കാം. എങ്ങനെയാണ്? സ്മോൾ ടു അല്ലേ?
സ്മോളിൽ നിന്ന് ബിഗ്ഗസ്റ്റിലേക്ക് അല്ലേ, ബിഗ്ഗസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് അല്ലേ, അതുപോലെ അല്ലേ നമ്മൾ കണ്ടെത്തി. എങ്ങനെയാണത്? ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തി, ഏറ്റവും വലിയ സംഖ്യയും കണ്ടെത്തി അല്ലേ. അപ്പോൾ നോക്കൂ, അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതിനാണ് എന്ത് പറയുക? അസെൻഡിങ് ഓർഡർ എന്ന് പറയുക. എന്താണ്? അസെൻഡിങ് ഓർഡർ. വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്നതിന് എന്താ പറയുക അറിയാമോ? ഡിസെൻഡിങ് ഓർഡർ. എന്താണ്? ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ആണ് അസെൻഡിങ് ഓർഡർ, കയറി കയറി പോകുന്നത്. ദെൻ ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്, വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുക, അതായത് എന്ത്? ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ രണ്ട് തരം ഓർഡർ ഏതാണ്? ഒന്ന് അസെൻഡിങ് ഓർഡർ, സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. ദെൻ ഡിസെൻഡിങ് ഓർഡർ, ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്. അതാണ് ചിത്രം കാണിച്ചിരിക്കുന്നത്. കൻ യു അണ്ടർസ്റ്റാൻഡ്? കണ്ടോ, കയറി കയറി പോലെ വലുതായി 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 വരികയാണല്ലേ. ഇതാ വലുതായി 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 വരുന്നു. ഇവിടെയോ ഇതാ വലുതിൽ നിന്ന് ചെറുതായി ചെറുതായി വരികയാണ് അല്ലേ. ആണ് വ്യത്യാസം. ഇത് സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. ഇതാ ഇത്രയും ഇത്ര പോകുന്ന ആപ്പിൾ ഇത്രയായി അല്ലേ. സംഖ്യകൾ നോക്കൂ, എമൗണ്ട്സ് നോക്കി എന്തൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 10 വരെ എത്തി അല്ലേ. 1ൽ നിന്ന് തുടങ്ങിയിട്ട് 10 വരെ എത്തി. ഇവിടെ നോക്കൂ, ബിഗ്ഗസ്റ്റ് സ്മോളസ്റ്റ് കണ്ടോ, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആദ്യം, പിന്നെ ചെറുതായിട്ട് പോയിട്ട് ചെറുതായി അല്ലേ. പിന്നെ വിച്ച് നമ്പർ ഈസ് ദ ഫസ്റ്റ്? 10 ഈസ് ദ ഫസ്റ്റ്. 10 9 8 7 6 5 4 3 2 1. ഇങ്ങനെ എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് പോകുന്നത് അല്ലേ. ഇവിടെയോ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. വലിയ സംഖ്യ അവസാനം വരുന്നല്ലേ, ചെറിയ സംഖ്യയാണ് ആദ്യം. അപ്പം ഇങ്ങനെ ചെറുതിൽ നിന്ന് വലുതാവുന്നതിന് എന്താ പറയുക? അസെൻഡിങ് ഓർഡർ എന്നാണ് പറയുക. ഇവിടെയോ വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകാൻ എന്താ പറയുക? ഡിസെൻഡിങ് ഓർഡർ. മനസ്സിലായോ? സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്, ദാറ്റ് ഈസ് അസെൻഡിങ് ഓർഡർ. ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്, ദാറ്റ് ഈസ് ഡിസെൻഡിങ് ഓർഡർ. അങ്ങനെ നമ്മൾ സംഖ്യകളെ ഓർഡർ പ്രകാരം എഴുതാനായിട്ട് പഠിക്കണം. മനസ്സിലായോ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡർ, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഡിസെൻഡിങ് ഓർഡർ. അങ്ങനെ എഴുതാനായിട്ട് നമ്മൾ പഠിക്കണം. ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഓർഡർ ഓഫ് നമ്പേഴ്സ്, ഓർഡറിങ് ഓഫ് നമ്പേഴ്സ് ഓർഡർ ചെയ്ത് എഴുതണം. ഇവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ്? 6 and 25, 6 and 52, 265, 256, 526, 563. ഇത്രയും സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അത് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എങ്ങനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ? ചെറുതിൽ നിന്ന് വലുതാക്കണം. ഈ തന്ന സംഖ്യയിൽ ഏതാണ് ചെറുത് എന്ന് കണ്ടെത്തണം നിങ്ങൾ. ഈ തന്ന സംഖ്യയിൽ ഏതാണ് ചെറുത് എന്ന് കണ്ടെത്തിയിട്ട് ആ ചെറിയ സംഖ്യ ആദ്യം എഴുതണം. ആ സംഖ്യ നിങ്ങൾ ചെറുത് ആദ്യം എഴുതണം, ചെറുത് ആദ്യം എഴുതണം. അപ്പോൾ എങ്ങനെയാണ് അസെൻഡിങ് ഓർഡർ വരുന്നത്? കണ്ടോ, 250 256, പിന്നെ 265, പിന്നെ 526, 563, 625, അവസാനമാണ് എന്ത്? 652. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിപ്പോയി. അതാണ് അസെൻഡിങ് ഓർഡർ. മനസ്സിലായോ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. ഇനി ഡിസെൻഡിങ് ഓർഡർ എങ്ങനെയാണ്? ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്. ഏറ്റവും വലിയ സംഖ്യ അതാണ്ട് ഈ സംഖ്യ ഉണ്ടോ, അതാണ് 386, 816, 721, 918, 121, 225. ഇതിൽ നിന്ന് ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തണം. ഡിസെൻഡിങ് ഓർഡർ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അതിൽ 918, പിന്നെ 816, പിന്നെ 721, 386, 225. ഏറ്റവും ചെറിയ സംഖ്യ 121. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് വന്നു. അതാണ് എന്ത്? ഡിസെൻഡിങ് ഓർഡർ. ഇതാണെങ്കിലോ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് വന്നു. അതെന്താണ്? അസെൻഡിങ് ഓർഡർ. അങ്ങനെ വേണം നിങ്ങൾ സംഖ്യകളെ ക്രമീകരിക്കാൻ കേട്ടോ. ഓർഡറിൽ എഴുതുമ്പോൾ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ഉണ്ട്. അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും മനസ്സിലാക്കണം. ഓക്കെ, അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. കുറേ സിമ്പിൾസ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. നേരത്തെ സിമ്പിൾസ് പഠിച്ചില്ല. ഏതൊക്കെ സിമ്പിൾസ് പഠിച്ച്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, അത് വെച്ചുള്ള സംഖ്യകളാണ്. ഇവിടെ പറയുന്നത് 1634 1643.
634 643 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 634 643 തമ്മിലുള്ള ബന്ധം എന്താണ്? 634 ആണോ 643 ആണോ ചെറുത് അല്ലെങ്കിൽ വലുത്? ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുക എന്നാണ്. ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ ചിഹ്നം പ്രകാരം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്താണ്? 16 34 ഈസ് ലെസ് ദാൻ 1643 അല്ലേ? എന്താണ്? 634 643 കുറവാണ്. ആ ചിഹ്നം നോക്കൂ, ലെസ് ദാൻ ഉള്ള ചിഹ്നമാണ്. കണ്ടോ? നെക്സ്റ്റ് 725 725 രണ്ടും 725 അപ്പോൾ ഏത് ചിഹ്നമാണ് ഇടുക? ചിഹ്നങ്ങൾ കണ്ടില്ലേ ഇവിടെ? ഏതൊക്കെ ചിഹ്നങ്ങളത് കണ്ടില്ലേ? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ടു അല്ലേ? അപ്പോൾ ഏത് സംഖ്യയാണ്? ഏത് സംഖ്യയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 725 അല്ലേ? രണ്ടും 725. അപ്പോൾ രണ്ടും തുല്യമാണ്. അപ്പോൾ ഈക്വൽ ടു അല്ലേ? ഈക്വൽ ടു തുല്യമാണെന്നുള്ളത്. ഇവിടെയോ ലെസ് ദാൻ അല്ലേ? 634 643 കുറവാണ് എന്ന് കാണിച്ചു. നെക്സ്റ്റ് ഏതാണ്? 690 ആൻഡ് 618 ആണ്. ആദ്യത്തെ 690 ഉണ്ട്, 689 ഉണ്ട്. അപ്പോൾ ഏതാ വരിക എന്നാണ്? ഏതാണ്? ഗ്രേറ്റർ ദാൻ ആണല്ലേ? 689 വലുതല്ലേ 690 അല്ലേ? അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ എന്ന സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഏതാണ്? 876 786 ആണ്. 876 786 ഏതാണ് വരിക? 876 ഏതാണ്? ഗ്രേറ്റർ ദാൻ ആണല്ലേ? 786 ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ചിഹ്നം നിങ്ങൾ ഉപയോഗിച്ച് എഴുതേണ്ടത്, ഫില്ല് ചെയ്യാനാണ്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇതേപോലെ തന്നെ തുടരുകയാണ്. എന്താണ്? 376 376 രണ്ടും 376 ആണ്. അപ്പോൾ ഏതാണ് ചിഹ്നം വരിക? ഏതാണ്? ഈക്വൽ. രണ്ടും തുല്യമല്ലേ? ഈക്വൽ ടു 376 ഈസ് ഈക്വൽ ടു 376. ഇനി 540 450 ഏതാണ്? 540 450 കൂടുതലാണോ കുറവാണോ? യെസ്, ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ. ദെൻ 236 216 236 216 അല്ലേ? 236 216 എന്താണ്? ഗ്രേറ്റർ ദാൻ ഈസ് 236 ഈസ് ഗ്രേറ്റർ ദാൻ 216 അല്ലേ? ദെൻ 125 245 ആണ്. എന്താണ് ഇവിടെ? 125 245 കുറവാണ്, ലെസ് ദാൻ. ഏതാണ്? ലെസ് ദാൻ. കണ്ടില്ലേ? ഈ ചിഹ്നം ഉപയോഗിച്ച് നിങ്ങൾ എഴുതണം. ഓക്കെ. അടുത്ത സെക്ഷൻ 222 222 222 222 രണ്ട് ഭാഗത്ത്. അപ്പം എന്താണ്? 222 222 എന്താണ്? സെയിം അല്ലേ? തുല്യല്ലേ? തുല്യമാണ്. അപ്പം എന്താണ് ഉപയോഗിക്കുക? ഈക്വൽ ടു ഈസ് ഈക്വൽ ടു ഈ ചിഹ്നം സമം എന്നും പറയും അല്ലേ? നെക്സ്റ്റ് ഏതാണ്? 158 158 658 658 എന്താണ്? 158 658 ലെസ് ദാൻ ആണ്, കുറവാണ് അല്ലേ? ലെസ് ദാൻ എന്ന സംഖ്യ. പിന്നെയോ 354 354 354 രണ്ടും എന്താണ്? ഒരേ സംഖ്യ, സെയിം എമൗണ്ട് ആണ്. അതുകൊണ്ട് ഈക്വൽ ടു അല്ലേ? തുല്യമാണ് എന്ന് എഴുതണം. പിന്നെയോ 857 215 857 215 857 215 എന്താണ്? ഗ്രേറ്റർ ദാൻ ആണല്ലേ? കൂടുതലാണ്. 215 കൂടുതലാണ് 857. അപ്പം എന്താണ്? ഗ്രേറ്റർ ദാൻ എന്ന സിമ്പിൾ ഉപയോഗിക്കണം. അപ്പം ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് പാർട്ട് ഏതാണെന്നറിയാമോ? നെക്സ്റ്റ് സർക്കിൾ ദി സ്മോളസ്റ്റ് നമ്പർ. ഏറ്റവും ചെറിയ സംഖ്യയ്ക്ക് വട്ടടാനാണ്. ഇവിടെ നമുക്ക് 365 387 377 365 387 377 ഉണ്ട്. ഏതായിരിക്കും ചെറുത്? യെസ്, ഏതാണ്? 365 365 അതിൽ ചെറുത്. പിന്നെ
745, 764 ആൻഡ് 719. അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇതിലിതാണ് 719 ആണല്ലേ, ഇതാണ് സ്മോളസ്റ്റ് നമ്പർ. നെക്സ്റ്റ് ഏതാണ്? 464, 470 ആൻഡ് 473. ഈ മൂന്നെണ്ണത്തിലും ഏതാണ് സ്മോളസ്റ്റ് നമ്പർ എന്ന്. അപ്പോൾ ഇതാണ് സ്മോളസ്റ്റ് നമ്പർ അല്ലേ. അപ്പോൾ അതിൻ്റെ നേരെ ചെയ്തു. നെക്സ്റ്റ് ഏതാണ്? 450, 415, 450, 428. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 415. അപ്പോൾ അത് സർക്കിൾ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഏതാണ്? 986 അല്ലേ, 986, 792, 286 അല്ലേ. അത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 286 ആണ്. അത് സർക്കിൾ ചെയ്തിരിക്കും. നെക്സ്റ്റ് ഏതാണ്? 567, 567, 854, 668. ഇതിലേതാണ് ഏറ്റവും ചെറുത്? 567. അപ്പോൾ ഏറ്റവും ചെറിയ പിന്നെ സംഖ്യയ്ക്കാണ് എന്ത് ചെയ്ത് റൗണ്ട് സർക്കിൾ ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടത്. മനസ്സിലായോ? ഏറ്റവും ചെറിയ സംഖ്യ സർക്കിൾ ചെയ്തിരിക്കും. ഓക്കെ, അങ്ങനെ കണ്ടെത്തണം നിങ്ങൾ കേട്ടോ. കണ്ടെത്തി വേണം എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സർക്കിൾ ദി ബിഗ്ഗസ്റ്റ് നമ്പറാണ്. 375, 357, 380, 375, 357, 380. അല്ല, ഏറ്റവും വലിയ സംഖ്യ ബിഗ്ഗസ്റ്റ് നമ്പറാണ്. ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ വലിയ സംഖ്യ 380 ആണ്, 380 ആണ്. അപ്പോൾ അത് സർക്കിൾ ചെയ്തിരിക്കും. നെക്സ്റ്റ് പാർട്ട് ഈസ് ഏതാണ്? 725, 734, 700. ഈ പാർട്ടിൽ ഏതാണ്? 734 ആണ് ഇത് ബിഗ്ഗസ്റ്റ് നമ്പർ അല്ലേ. അപ്പോൾ എന്തിരിക്കും? അത് സർക്കിൾ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഏതാണ്? 434, 430 ആൻഡ് 443 ഏതാ ഉണ്ടോ? 443 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. അപ്പോൾ അത് സർക്കിൾ ചെയ്തിരിക്കുന്നു അല്ലേ. പിന്നെ നെക്സ്റ്റ് പാർട്ട് ഏതാണ്? 425, 425, 454, 429. അതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? 454 ആണ്. അപ്പോൾ അത് സർക്കിൾ ചെയ്തിരിക്കുന്നു. പിന്നെ 926, 622, 296. അതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? 926. അപ്പോൾ അത് സർക്കിൾ ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് വൺ ഏതാണ്? 547, 754, 745. ഈ മൂന്ന് സംഖ്യയിലും ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? 754 ആണ്, 754 ആണ്. അപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പറാണ് സർക്കിൾ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണെങ്കിൽ അതാണ് സർക്കിൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് റൈറ്റ് ദി അസെൻഡിങ് ഓർഡറാണ്. സ്മോളസ്റ്റ് ബിഗ്ഗസ്റ്റിലേക്ക് എഴുതണം. ഇവിടെ സംഖ്യകൾ തന്നിട്ടുണ്ട്. 939, 935, 993, 960, 963, 930. അത് എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം തന്നിരിക്കുന്നത് 930, 939 ആദ്യം തന്നേക്കണം. അപ്പം അതിനേക്കാൾ ചെറിയ സംഖ്യ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. നെക്സ്റ്റ് 824, 850, 829, 855, 800, 820. ആദ്യം തുടങ്ങുന്നത് 824, 824 ആണ്. പക്ഷെ അതിനേക്കാൾ ചെറിയ സംഖ്യ ഉണ്ട്. അപ്പോൾ ആ ചെറിയ സംഖ്യയിൽ നിന്ന് തുടങ്ങണം. പിന്നെ 680, 665, 620, 636, 656, 606 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലെന്താണ്? ആദ്യം ചെറിയ നമ്പർ നമ്മൾ കണ്ടെത്തണം അല്ലേ. 680 ആദ്യം വന്നേക്കാൾ എത്രയോ ചെറിയ സംഖ്യ ഉണ്ട് അതിനകത്ത്. അത് കണ്ടെത്തി അതിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പറിലേക്ക് പോകണം. പിന്നെ 545, 570, 550, 555, 590, 534. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 545 ആണ്. അതിനേക്കാൾ ചെറിയ സംഖ്യ ഉണ്ട് ഇവിടെ കണ്ടെത്തിയിട്ട് അത് പ്രകാരം നമ്മൾ ചിട്ടയോടെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് സ്മോളസ്റ്റ് ബിഗ്ഗസ്റ്റിലേക്ക് കൊണ്ടുപോകണം. ദെൻ 435, 439, 470, 430, 465,
446. ഇവിടെ ആദ്യം വന്നിരിക്കണേ 435, 435 വന്നിരിക്കണേ. അതിനേക്കാൾ ചെറിയ സംഖ്യയുണ്ട്. സ്മോളസ്റ്റ് നമ്പർ കണ്ടെത്തി സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് തുടങ്ങിയിട്ട് ടു ബിഗ്ഗസ്റ്റിലേക്ക് നമ്മൾ എഴുതി തുടങ്ങണം. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ചിട്ടയായി ചെയ്യുമ്പോൾ ഇതേ ക്രമത്തിലാണ് നമുക്ക് എഴുതേണ്ടി വരിക. ഇതേ ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക്, സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് അസെൻഡിങ് ഓർഡർ. ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള എഴുത്ത്. മനസ്സിലായി? അപ്പോൾ ഇതുപോലെയാണ് അത് കണ്ടെത്തേണ്ടത്. നെക്സ്റ്റ് എന്താണെന്നറിയാമോ? നെക്സ്റ്റ് ഡിസെൻഡിങ് ഓർഡറാണ്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്, വലുതിൽ നിന്ന് തുടങ്ങിയിട്ട് ചെറുതിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ 739, 770, 725, 750, 747, 766 ആ സംഖ്യയാണ്. അതിൽ നമ്മൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് വേണം എഴുതാൻ. പിന്നെ 549, 566, 535, 594, 550, 569. അതും അങ്ങനെ തന്നെ ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്തി ചെറുതിലേക്ക് നമ്മൾ ചിട്ടപ്രകാരം പോകണം. പിന്നെ 935, 945, 900, 976, 950, 940 അങ്ങനെ സംഖ്യകളാണ്. ആ സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ സംഖ്യ ആദ്യം കണ്ടെത്തി പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞത് അങ്ങനെയായിട്ട് ഏറ്റവും കുറഞ്ഞ സംഖ്യയായിരിക്കും ഏറ്റവും അവസാനം എഴുതേണ്ടി വരും. അങ്ങനെ കണ്ടെത്തണം. പിന്നെ 295, 290, 297, 200, 250, 269 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആദ്യം 295 അതിലും കൂടിയ സംഖ്യയുണ്ട്. അപ്പോൾ അത് പ്രകാരം എഴുതി നമ്മൾ ചിട്ടയോടെ അത് ഡിസെൻഡിങ് ഓർഡറിൽ ആക്കണം. ലാസ്റ്റ് വൺ 567, 594, 540, 575, 550, 584 നമ്മൾ അതും ബിഗ്ഗസ്റ്റ് നമ്പർ കണ്ടെത്തി എഴുതിയിട്ട് പിന്നെ അതിനേക്കാൾ കുറഞ്ഞ് വന്നിട്ട് സ്മോളസ്റ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ ഇത് പ്രകാരം നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. കണ്ടോ? ഇങ്ങനെയാണ് ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്. അതിൽ അപ്പോൾ ബിഗ്ഗസ്റ്റ് സ്മോളസ്റ്റ് ആണ് എന്ത്? ഡിസെൻഡിങ് ഓർഡർ. സ്മോളസ്റ്റ് ബിഗ്ഗസ്റ്റ് ആണ് അസെൻഡിങ് ഓർഡർ. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് എഴുതണം കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇതേ പ്രകാരമാണ് ഫില്ല് ചെയ്തിട്ട് എഴുതേണ്ടത്. ഇനി ഒരു ന്യൂ മെത്തേഡാണ്. എന്താണ്? ഓഡ് ആൻഡ് ഈവൻ നമ്പർ. ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും കണ്ടെത്തുക. ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ കണ്ടെത്തുക. അപ്പോൾ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ അറിയാമോ? ജോഡിയല്ലാത്തത്, ജോഡിയില്ലാത്ത സംഖ്യകൾ, അതാണ് ഒറ്റ സംഖ്യ. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാലോ ജോഡി ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണം എങ്ങനെ കാണുക? ഇത്രയും പെൻസിൽസ് ഉണ്ട്. 1, 2, 3, 4 പെൻസിൽസ് ഉണ്ട്. 4 പെൻസിലില്ലേ, ഇത് പെയറാക്കണം, ജോഡിയാക്കണം. ജോഡി പറഞ്ഞാൽ 2 എണ്ണം വീതമല്ലേ? അപ്പോൾ ഇത് 1, 2, 1, 2 2 ജോഡിയെ. ഇതെത്രയാണ്? ഈവൻ നമ്പറാണ്, കാരണം ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ ഇതിൽ ജോഡിയായി അല്ലേ? അതേസമയം 1 മോർ പെൻസിൽ കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. 5 നമ്പറായി. 5 നമ്പറായി. അപ്പോൾ ഇത് 1, 2 ഒരു പെയർ, 1, 2 ഒരു പെയർ. ഈ പെൻസിലിന് പെയറില്ല, ജോഡിയാക്കാൻ. അപ്പോൾ ഇതെന്താണ്? ഓഡ് നമ്പർ, ഒറ്റയ്ക്കായിപ്പോയി. ഒറ്റ നമ്പറിലെ ഒറ്റ നമ്പറായിപ്പോയി, ജോഡി ഇല്ലാത്തത്. അതാണ് ഇത്. രണ്ടും ജോഡി ഉള്ളതാണ്, ഇത് ജോഡി ഇല്ലാത്തതാണ്. അപ്പോൾ ജോഡി ഇല്ലാത്തതിന് എന്ത് പറയുക? ഓഡ് നമ്പർ എന്ന് പറയാം. പിന്നെ ജോഡികളായതോ ഈവൻ നമ്പർ എന്ന് പറയും അല്ലേ? അപ്പോൾ അതാ പെയറാക്കി. ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7 നമ്പറുണ്ട്. 7 നമ്പറാണ്. 7 നമ്പർ നമുക്ക് 7 നമ്പറിന് ജോഡിയാക്കാം. 2 ആണ് ഒരു പെയർ. ഇത് അനദർ 2 ഒരു പെയർ, അനദർ 2 ഒരു പെയർ. ഇതിന് ജോഡിയില്ല. അപ്പം ഇതാണ് എന്ത്? ഓഡ് നമ്പർ. ഇതൊക്കെ ഈവൻ നമ്പറാണ്. ജോഡികളായത് ഈവൻ നമ്പറാണ്, ജോഡി അല്ലാത്തത് എന്താണ്? ഏതാണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ ഇത് ജോഡിയാക്കാൻ പറ്റും. ഇതിന് ജോഡിയാക്കാൻ പറ്റുമോ? ഇല്ല. 3 നമ്പർ 1 നമ്പറിനെ ജോഡിയാക്കാൻ പറ്റുമോ? ഇല്ല, 1ന് ജോഡിയില്ല. അപ്പോൾ 1 എന്താണ്? ഓഡ് നമ്പറാണ്. 2 ജോഡിയാക്കാൻ പറ്റില്ലേ? ജോഡി പറഞ്ഞാൽ 2 എണ്ണം അർത്ഥം. 2 എണ്ണം ആക്കാൻ പറ്റും ഇല്ലേ? ഇത് 2 എണ്ണം ആക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 2 ഈവൻ നമ്പറാണ്. ദെൻ 3 എടുക്കാം. 3 കണ്ടില്ലേ? 3ക്ക് പെയറാക്കാൻ പറ്റുമോ? ഇല്ല, 3ക്ക് പെയറാക്കാൻ പറ്റില്ല.
ഒറ്റയ്ക്ക് ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 എന്താണ്? ഓഡ് നമ്പറാണ്. ഇനി 4 ആക്കാം. ഇതാ 4നെ ജോഡിയാക്കാൻ പറ്റുമോ നോക്കാം. ഇതാ ജോഡിയാക്കാം അല്ലേ, 2 ജോഡി. അപ്പോൾ ഇതെന്താണ്? ഈവൻ നമ്പറാണ്. ഇനി 5 എടുത്ത് നോക്കണ്ട. 5ന് ജോഡിയാക്കിയപ്പോൾ അതുകൊണ്ടാണ് ജോഡിയിലില്ല, അതുകൊണ്ട് ഓഡ് നമ്പറാണ്. അപ്പോൾ അങ്ങനെ പെയർ ആയുള്ള നമ്പേഴ്സാണ് ഇത് ഈവൻ നമ്പർ. പെയർ അല്ലാതെ ഉള്ള നമ്പറാണ് എന്ത്? ഓഡ് നമ്പർ. അവന് പഠിക്കാലോ, കണ്ടില്ലേ എന്താണ്? ഇത് കണ്ടില്ലേ എന്താണ്? 1 3 5 7 9 11 ആർ അല്ലേ, ഓഡ് നമ്പറാണ് അല്ലേ. 2 4 6 8 10 12 ആർ ഈവൻ നമ്പറുമാണ്. എന്ന് പറഞ്ഞാൽ ജോഡിയായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പറുകൾ ഈവൻ നമ്പറും, ജോഡി അല്ലാതെ എഴുതാൻ പറ്റുന്നവ ഓഡ് നമ്പറും ആണ്. മനസ്സിലായോ? ജോഡിയാക്കാൻ കഴിയണം. 5 ആയപ്പോൾ ജോഡിയാക്കാൻ പറ്റുന്നില്ല അല്ലേ. 1 ആകുമ്പോൾ ജോഡിയാക്കാൻ പറ്റുന്നില്ലല്ലോ. 3 ആകുമ്പോഴും ജോഡിയാക്കാൻ പറ്റുന്നില്ല. അതാണ് ഇങ്ങനെ നമ്പർ വന്നേക്കുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം. ഓഡ് നമ്പർ ഈവൻ നമ്പർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഒരു ഭാഗത്ത് ഒരു വള്ളിയാണ് അല്ലേ, ഒരു വള്ളി. അതിൽ ഒരു ഭാഗത്ത് ഈവൻ നമ്പറും ഒരു ഭാഗത്ത് ഓഡ് നമ്പറുമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കണ്ടോ? ഓഡ് നമ്പർ 1 3 5 7 9 11 13 അല്ലെ 15 7 ഇതൊക്കെയാണ് ഓഡ് നമ്പർ, ഒറ്റ സംഖ്യകൾ. പെയറില്ല. ഇതാണെങ്കിലോ 2 4 6 8 10 12 14 16 ഒക്കെ എന്താണ്? ജോഡിയാക്കാൻ പറ്റുന്നവയാണ് അല്ലേ, ജോഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സിൽ കാണുന്നത് എന്താണ്? ഈവൻ നമ്പറുമാണ്. ഈ ലീവ്സിൽ കാണുന്നത് എന്താണ്? ഓഡ് നമ്പറുമാണ്. ഇത് പെയറാക്കാൻ പറ്റാത്തതാണ്. പെയറാക്കാൻ പറ്റാത്തവയാണ് എന്ത്? ഓഡ് നമ്പർ. ഇത് പെയറാക്കാൻ പറ്റുന്നതാണ്. ജോഡിയാക്കാൻ പറ്റുന്നതാണ് എന്ത്? ഈവൻ നമ്പർ. ജോഡിയാക്കാൻ പറ്റാത്ത എന്താണ്? ഓഡ് നമ്പർ. അങ്ങനെയാണ് കണ്ടെത്തുക. മനസ്സിലായോ? ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ളത്, ജോഡിയാക്കാൻ പറ്റാത്തത്. ഈവൺ എന്ന് പറഞ്ഞാൽ ജോഡിയാക്കാൻ പറ്റുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള നമ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ 3 നമ്പർ കൊടുത്തിട്ടുണ്ട്. 3 നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിന് 3 നമ്പർ കൊടുത്തിട്ടുണ്ട്. 3 ജോഡിയാക്കാൻ പറ്റുമോ? 3 ജോഡിയാക്കാൻ പറഞ്ഞേക്കാം. 3 ജോഡിയാക്കാൻ പറ്റുമല്ലോ, ഒന്നിന് ജോഡി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് 3 ഓഡ് നമ്പറാണ്. പിന്നെ 6 ആണ് കൊടുത്തിരിക്കുന്നത്. 6 കൊടുത്തിട്ടുണ്ട്. 3 4 5 6 നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. 6 ഓഡ് നമ്പറാണ്. അപ്പോൾ 6 ഇതാ ഒരു പെയറാക്കാം, അനദർ പെയറാക്കാം അല്ലേ. അപ്പോൾ 6 എന്താണ്? ജോഡിയാക്കാൻ പറ്റും. അപ്പോൾ 6 എന്താണ്? ഈവൻ നമ്പറാണ് അല്ലേ. പിന്നെ 5 പറഞ്ഞേക്കുന്നത്. 5 കൊടുത്തിട്ടുണ്ട്. 5 നമ്പർ 5 നമുക്ക് പെയറാക്കുമ്പോൾ ഇതാ ഒരു പെയർ, ഇത് മറ്റൊരു പെയർ, ഇതിന് ജോഡിയില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് 5 എന്താണ്? ഓഡ് നമ്പറാണ് അല്ലേ. പിന്നെ 4 പറഞ്ഞിരിക്കുന്നത്. 4 നമ്പർ എടുത്ത് 4 നമ്പർ 4 ജോഡിയാക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ 4 എന്താണ്? ഈവൻ നമ്പറാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് 7 ആണ്. 7 4 കണ്ടോ 7 നമ്പർ. അപ്പം അതിന് പെയറാക്കണം. ഇതൊരു പെയറാണ്, ഇതൊരു പെയറാണ്. അപ്പോൾ ഇതിന് പെയറില്ല. അപ്പോൾ ഇതെന്താണ്? 7 എന്താണ്? ഓഡ് നമ്പറാണ്. പിന്നെ 8 നമ്പർ എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 8 നമ്പർ നോക്കുമ്പോൾ ഇതൊരു പെയറാണ്, ഇതൊരു പെയറാണ്, ജോഡിയാണ്. അപ്പോൾ 8 എന്താണ്? ഈവൻ നമ്പറാണ്. അങ്ങനെ നിങ്ങളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിയതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. എന്താണ്? 3 ഓഡ് നമ്പറാണ് അല്ലേ. 6 ഈവൻ നമ്പറാണ്. 5 ഓഡ് നമ്പറാണ്. 4 ഈവൻ നമ്പറാണ്. 7 ഓഡ് നമ്പറാണ്. ദെൻ 8 ഈസ് ഈവൻ നമ്പർ. അങ്ങനെ നമ്മൾ ഓഡ് 1 ആണോ ഈവൺ ആണോ എന്ന് കണ്ടെത്തണം. മനസ്സിലായോ? ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ബുക്കിനകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 18 ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ കണ്ടെത്താൻ. ഇതാണ് 18 23 18 23 34 25 46 49 51 67 88 100 104 200. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പിന്നെ
2, 30, 9, 12, 53, 66, 91, 78, 105, 201, 303, 400. അതിൽ ഈവൻ നമ്പറും ഓഡ് നമ്പറും കണ്ടെത്തണം. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നോക്കാം. ആദ്യത്തെ സെക്ഷനിൽ എന്ത് ചെയ്യണം? റൗണ്ട് ചെയ്യണം, സർക്കിൾ ചെയ്യണം. ഏതിനെയാണെന്നറിയാമോ? ഈവൻ നമ്പർ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ഓഡ് നമ്പർ ക്രോസ് ചെയ്യണം, ഈവൻ നമ്പർ സർക്കിൾ ചെയ്യണം. ഈവൻ നമ്പർ ഏതൊക്കെയാണ് കിട്ടിയിരിക്കണം? അപ്പോൾ 18, 34, 46, പിന്നെ 88, 100, 104, 300. അതാണ് ഫസ്റ്റ് എഴുതിയ സെക്ഷനിലെ ഈവൻ നമ്പർ. മറ്റേ എല്ലാം എന്താണ്? ക്രോസ് ചെയ്തിരിക്കണമൊക്കെ എന്താണ്? ഓഡ് നമ്പറാണ്. നെക്സ്റ്റ് എഴുതിയല്ലോ. നെക്സ്റ്റിൽ 2, അല്ലേ, 30, 12, then 66, 78, അല്ലേ, 400. ഇതൊക്കെയാണ് എന്ത്? ഈവൻ നമ്പർ. മറ്റേതൊക്കെയോ ഓഡ് നമ്പർ. അത് സർക്കിൾ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ? അങ്ങനെ ഓഡ് നമ്പറും ഈവൻ നമ്പറും കണ്ടെത്തണം. മനസ്സിലായോ? ഇനി വീണ്ടും ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. ഓഡ് നമ്പറും ഈവൻ നമ്പറും അതിനിടയ്ക്ക് വിട്ടുപോയത് എഴുതാൻ. ഇവിടെ 1, 2, 3, 1 മുതൽ 36 വരെയാണ്. 1 മുതൽ 36 വരെയുള്ള ഈവൻ നമ്പർ എഴുതാം. ഇത് 1 മുതൽ 36 വരെയുള്ള, ഇവിടെ 1 എഴുതിയിട്ടില്ല ഞാൻ. 1 മുതലാണ് കേട്ടോ. 1 മുതൽ 1 ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മുതൽ പറയാം. 1 മുതൽ 36 വരെ എഴുതാനാണ്. അപ്പോൾ അതിൽ 1 കഴിഞ്ഞാൽ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32, 34, 36. ഇതാണ് അതിനിടയിൽ വരുന്ന ഈവൻ നമ്പർ. അതുപോലെ 65 മുതൽ 900 വരെയുള്ള ഓഡ് നമ്പർ എഴുതാനാണ്. ആ ഓഡ് നമ്പറാണ് കൊടുത്തേക്കുന്നത്. 65, 67, 69, 71, 73, 75, 77, 77, 79, 81, 83, 85, 87, 89, 91, 93, 95, 97, 99, അല്ലേ, വരെയുള്ളത് ഈവൻ ഓഡ് നമ്പറാണ്. ആദ്യം കൊടുത്ത ഈവൻ നമ്പറാണ്, ഇത് ഓഡ് നമ്പറാണ്. ഫസ്റ്റ് പാർട്ട് എന്താണ്? ഈവൻ നമ്പറാണ്, ഇരട്ടസംഖ്യകളാണ്. സെക്കൻഡ് പാർട്ട് ഒറ്റസംഖ്യകളാണ്. ഒറ്റസംഖ്യയും ഇരട്ടസംഖ്യയും കണ്ടെത്താൻ. ഇതാണ് ആ രണ്ടെണ്ണത്തിൻ്റെ ആൻസർ വരുന്നത്. അങ്ങനെ നമ്മൾ കണ്ടെത്തണം. മനസ്സിലായി? കാണുന്നില്ലേ? ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെന്താണ് നെക്സ്റ്റ് പാർട്ട് വരുന്നത്? കളറിങ് ആണ്. കളറിങ് വൺസിൻ്റെ പ്ലേസിൽ 5 വരുന്നത്. 5 വരുന്നതിനൊക്കെ ബ്ലൂ കളർ കൊടുക്കണം. പിന്നെ ടെൻസിൻ്റെ പ്ലേസിൽ 2 നമ്പർ വരുന്നതിനൊക്കെ പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ കൊടുക്കണം. ദെൻ 100ൻ്റെ പ്ലേസിൽ ഏതാണ് 1 വരുന്നത്, അതിന് ഗ്രീൻ കളർ കൊടുക്കണം. ദെൻ വൺസിൻ്റെ പ്ലേസിൽ 0 വരുന്നതിന് യെല്ലോ കളർ. അപ്പോൾ 5 ഒറ്റയുടെ സംഖ്യത്തെ സ്ഥാനത്ത് 5 വരുന്നതിന് നീല കളർ കൊടുക്കണം. 10ൻ്റെ സ്ഥാനത്ത് 2 വരുന്നതിന് ചുവപ്പ് കളർ കൊടുക്കണം. പിന്നെ 100ൻ്റെ സ്ഥാനത്ത് 1 വരുന്നതിന് പച്ച കളർ കൊടുക്കണം. പിന്നെ വൺസിൻ്റെ സ്ഥാനത്ത് 0 വരുന്ന അക്കങ്ങളുണ്ടെങ്കിൽ അതിന് യെല്ലോ കളർ കൊടുക്കണം. അങ്ങനെ കളർ കൊടുത്തിട്ട് ഞങ്ങളത് ഭംഗിയാക്കണം. അങ്ങനെ ഒരു കളിക്കുന്ന പോലെ നല്ലൊരു രസകരമായിട്ട് കളറിങ് ആണ്. പിന്നെ 1 to 100 വരെ എഴുതിയിട്ട് അതിൽ ഓഡ് നമ്പറും ഈവൻ നമ്പറും വെവ്വേറെ കളർ കൊടുക്കുക കേട്ടോ. എങ്ങനെയാണ്? ഓഡ് നമ്പറിന് റെഡ് കളറും ഈവൻ നമ്പറിന് ബ്ലൂ കളറും കൊടുക്കുക. അങ്ങനെ അപ്പോൾ ലെസൺ കഴിയുകയാണ്. ഇതിനകത്ത് നമുക്ക് എന്താണ് പ്ലേസ് വാല്യൂ കാണുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ? 2 അക്ക സംഖ്യകളാണെങ്കിൽ വൺസും ടെൻസും മാത്രമേ ഉണ്ടാവുള്ളൂ. 3 അക്ക സംഖ്യയാണെങ്കിൽ വൺസും ടെൻസും 100 ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ 2 ഡിജിറ്റ് ആണെങ്കിൽ പിന്നെ 2 സെയിമിൽ ഏതാണ് ടെൻസ് നോക്കുക, വൺസ് നോക്കുക. അതല്ല 3 അക്കത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം 100ൻ്റെ സ്ഥാനത്ത് ഒരേപോലെ വരുന്നുണ്ടോ നോക്കുക. അത് കഴിഞ്ഞ് 100 ഒരേപോലെ വരികയാണെങ്കിൽ അടുത്തത് ടെൻസ് ഒരേപോലെയാണോ എന്ന് നോക്കുക. അതിലേതാണ് വലിയ സംഖ്യ എന്ന് കണ്ടെത്തണം.
അപ്പോൾ ആ രണ്ട് സംഖ്യയും 100ഉം 10സും ഒരേ സംഖ്യയാണെങ്കിൽ അടുത്തത് നമ്മൾ എന്തിനാണ് വൺസിൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. അങ്ങനെയാണ് പ്ലേസ് വാല്യൂ നോക്കിയിട്ട് അത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് കണ്ടെത്തുക അല്ലേ. പിന്നെ കൂടുതൽ നമ്പറില്ല 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ അത് അതിനെ ഗ്രേറ്റർ ദാൻ 2 ഡിജിറ്റിനേക്കാൾ വലുത് 3 ഡിജിറ്റ് തന്നെയാണ് അല്ലേ. പിന്നെ എന്താണ് പെയറായിട്ട് എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുക. പെയർ അല്ലാത്തതിന് എന്താണ് ഓഡ് നമ്പർ എന്നാണ് പറയുക. ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ഈ ലെസണിൽ. അപ്പോൾ നമ്മൾ അന്ന് സെക്കൻഡ് ലെസണിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതതിൻ്റെ ആ ഒരു ലെസണിൽ തന്നെ അടുത്ത പാട്ട് നിങ്ങൾക്ക് ഒന്നിച്ചെടുത്തിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടി വരച്ചാണ് ഇത് 2 സെക്ഷനായി തിരിച്ചത്. അപ്പോൾ ഇതോടുകൂടി ഇപ്പോൾ ആ ലെസൺ ഓവറായിട്ടോ കഴിഞ്ഞു. ദെൻ നന്നായി പഠിക്കുക, സ്റ്റഡി വെൽ, നോക്കി എഴുതുക, അതൊക്കെ ഫില്ല് ചെയ്യുക. ഓക്കെ, ദെൻ ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ലെസൺ. ഓക്കെ, ഷാൽ യു എൻജോയ് ദിസ്? ഡു യു എൻജോയ് ദിസ്? നല്ല രസമല്ലേ അല്ലേ? നമുക്ക് എളുപ്പമാണ് അല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല രസകരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഐ ഷാൽ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. ദെൻ സ്റ്റഡി വെൽ. See you next class. Okay, take care. Okay.